Hi friends, welcome back to my channel. Here is a small update. I renamed my channel name as Law Simplified by me. Please do subscribe and like the videos and support the channel. In this video, here I am discussing the topic Commission and Committee that helped the development of legal education. Legal education provides knowledge of law, legal skills and ethics. It trains lawyers, judges and policymakers. It supports justice and democratic governance in India. ലീഗൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ജഡ്ജിനോ അല്ലെങ്കിൽ ലോയേഴ്സിനോ മാത്രമുള്ളതല്ല. അത് ലോ സ്റ്റുഡൻസിനെയും അതേപോലെ പോളിസി മേക്കേഴ്സിനെയും ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും അതേപോലെ മോറൽ റീസണിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നു. ജഡ്ജസിനും പോളിസി മേക്കേഴ്സിനും ഈ ലോയേഴ്സിനൊക്കെ എവിടെ നിന്നാണ് ഈ ലോയിനെ കുറിച്ചുള്ള നോളേജ് കിട്ടുന്നത്? ത്രൂ സ്റ്റാറ്റ്യൂട്ട്സ്, അതേപോലെ കേസ് ലോസ്, ലീഗൽ പ്രിൻസിപ്പിൾസ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ നിന്നുമാണ് ഇവർക്ക് നോളേജ് കിട്ടുന്നത്. ഈ കിട്ടുന്ന നോളേജൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ത്രൂ എൻഷുർ ജസ്റ്റിസ് ആൻഡ് പ്രൊവൈഡ് ഈക്വാലിറ്റി ടു ദ സൊസൈറ്റി. ലീഗൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഇവോൾവ് ത്രൂ എ ഡ്രാസ്റ്റിക് ചേഞ്ച് സച്ച് ആസ് സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു കൊളോണിയൽ പെർസ്പെക്റ്റീവിലൂടെയാണ് ഈ ലീഗൽ എഡ്യൂക്കേഷൻ മുന്നോട്ട് പോയിരുന്നത്. ഇതിനെ മറികടക്കാൻ വേണ്ടി കുറേ കമ്മീഷൻസും കമ്മിറ്റിയും രൂപപ്പെട്ടിരുന്നു. അതിൽ ആദ്യമായി രൂപം കൊണ്ട കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ. അവിടെ മുതൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 വരെ ലീഗൽ എഡ്യൂക്കേഷൻ്റെ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. Reforms were introduced through commissions and committees. They improved curriculum, practical training and standards. They aligned legal education with social and technological changes. ഇതിൽ പറയുന്ന കമ്മിറ്റിയും കമ്മീഷൻസും ആണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ആദ്യം രൂപം കൊണ്ട ഒരു കമ്മീഷനാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. അത് രൂപം കൊണ്ടത് 1948 ഈ കമ്മീഷൻ്റെ ചെയർമാൻ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ ആയിരുന്നു. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1949. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ദ ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടേക്കൺ ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് Commission is to examine the problems of the university education in India, to suggest improvement and reforms in higher education, to adapt university education to the social, cultural and economic needs of the independent India, to develop scientific, technical and professional manpower for national development. ഈ കമ്മീഷൻ ലോ എന്ന സബ്ജക്റ്റിനെ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെടുത്തിയിരുന്നു. അതായത് വെറുതെ ഒരു നിയമം പഠിച്ചാൽ പോരാ, പകരം ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങും എത്തിക്സും അല്ലെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി ലേണിങ്ങും ഈ നിയമത്തിൽ വേണം. അത് കാരണമാണ് നമുക്ക് സൊസൈറ്റിയെ പഠിക്കാൻ പറ്റുള്ളൂ. വെറുതെ ഒരു നിയമം പഠിച്ചിട്ട് കാര്യമില്ല എന്നാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ പറഞ്ഞത്. വി ക്യാൻ ലുക്ക് ഇൻ ടു ദ കീ റെക്കമെൻഡേഷൻസ് ഓഫ് ദ രാധാകൃഷ്ണൻ കമ്മീഷൻ. അതിലാദ്യം പറയുന്നത് ലോ എന്ന സബ്ജക്റ്റിനെ ലിബറൽ ആർട്സുമായി കൊളാബറേറ്റ് ചെയ്യണം. Law integrated with history, sociology and economics. Improve infrastructure and libraries. വെറുതെ ഒരു ലോ കോളേജ് തുടങ്ങിയാൽ പോരാ, അതിനാവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറും ലൈബ്രറീസും വേണം. റിസർച്ച് ഇംപ്രൂവ് ചെയ്യണം. ആൻഡ് റിക്രൂട്ട് ക്വാളിഫൈഡ് ടീച്ചേഴ്സ്. ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ നിയമിക്കണം. ആൻഡ് കോർഡിനേറ്റ് വിത്ത് ബാർ കൗൺസിൽ. അടുത്ത കമ്മിറ്റിയാണ് ഓൾ ഇന്ത്യ ബാർ കമ്മിറ്റി. ഇത് 1951 രൂപപ്പെട്ട് 1953 അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഇത് എന്തിനാണ് എയിം ചെയ്തിരുന്നത്? എയിംഡ് ടു യൂണിഫൈ ദ ലീഗൽ പ്രൊഫഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യകാലങ്ങളിൽ അഡ്വക്കേറ്റ്സ്, പ്ലീഡേഴ്സ്, വക്കീൽസ് ഇങ്ങനെ വേർതിരിവുണ്ടായിരുന്നു. ഇതിനെയൊക്കെ, ഈ ഇനക്വാലിറ്റീസിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഓൾ ഇന്ത്യ ബാർ കമ്മിറ്റി രൂപപ്പെട്ടത്. ഈ ഇനക്വാലിറ്റീസിനൊക്കെ മാറ്റി ഒരു യൂണിഫൈഡ് നാഷണൽ ബാർ കൊണ്ടുവരാൻ വേണ്ടി അവർ റെക്കമെൻഡ് ചെയ്തു. പിന്നെ ഒരു മിനിമം ലോ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വേണം ഒരു ലോയർ ആവാൻ വേണ്ടി. ആൻഡ് യൂണിഫോം കരിക്കുലം ഷുഡ് ബി മെയ്ഡ് ആൻഡ് കൊളാബറേഷൻ ബിറ്റ്വീൻ ബാർ ആൻഡ് യൂണിവേഴ്സിറ്റീസ്. ദീസ് ആർ ദ കീ റെക്കമെൻഡേഷൻ ഓഫ് ഓൾ ഇന്ത്യ ബാർ കമ്മിറ്റി. നെക്സ്റ്റ് ഈസ് 14th ലോ കമ്മീഷൻ. 1958
14th ലോ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആ വർഷം തന്നെ അവർ ഈ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കമ്മീഷൻ വർക്ക് ചെയ്തിരുന്നത് MC സെതൽവാദിൻ്റെ അണ്ടറിലാണ്. It aimed to reform India's justice system and legal education. It emphasized the need for competent legal professionals and addressed deficiencies in legal training to enhance judicial efficiency and access to justice. Major recommendations of 14th Law Commission are: it extended LLB to 3 years for graduates to ensure comprehensive legal education. 3 വർഷത്തെ ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റിന് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം LLB എടുക്കാം. ആൻഡ് ഓൾസോ ഇൻട്രൊഡ്യൂസ്ഡ് 5-year പ്രോഗ്രാം കമ്പൈനിങ് ലോ ആൻഡ് ലിബറൽ ആർട്സ്. ലോയും ലിബറൽ ആർട്സും കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റെക്കമെൻഡേഷൻ കൊടുത്തു. അതായത് ഹിസ്റ്ററി, എക്കണോമിക്സ് പ്ലസ് ലോ. ദിസ് ഈസ് ടു ഫോസ്റ്റർ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് സോഷ്യോ ലീഗൽ അണ്ടർസ്റ്റാൻഡിങ്. It incorporates practical training via moot courts, client interviews and internships to bridge theory. ഇവർ മൂട്ട് കോഴ്സ് കൊണ്ടുവരണം, ക്ലയൻറ്റ് ഇൻ്റർവ്യൂസ് കൊണ്ടുവരണം, ഇൻറ്റേൺഷിപ്സ് കൊണ്ടുവരണം എന്നൊക്കെ ഉള്ളൊരു റെക്കമെൻഡേഷൻ കൊടുത്തു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? തിയറിയും പ്രാക്ടീസും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്, അത് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ഇൻ്റഗ്രേറ്റ് എത്തിക്സ്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ലീഗൽ എയ്ഡ് ഇൻ ടു കരിക്കുലർ ടു പ്രൊമോട്ട് പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് സർവീസ് ടു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി. എത്തിക്സും സോഷ്യൽ ജസ്റ്റിസും ലീഗൽ എയ്ഡും ഈ കരിക്കുലത്തിൽ കൊണ്ടുവരണം എന്ന് അവർ പറഞ്ഞു. കാരണം എന്താ? ഒരു പ്രൊഫഷണൽ റെസ്പോൺസിബിലിറ്റി ഈ ലീഗൽ സ്റ്റുഡൻസിന് വരുത്താൻ വേണ്ടിയിട്ട് ആൻഡ് ടു ഗീവ് സർവീസ് ടു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ടു അഡ്വാൻസ് ലീഗൽ സ്കോളർഷിപ്പ് ആൻഡ് ജൂറിസ്പ്രുഡൻസ് ആൻഡ് ഓൾസോ ടു ക്രിയേറ്റ് എ ബോഡി ടു റെഗുലേറ്റ് ആൻഡ് സ്റ്റാൻഡർഡൈസ് ലീഗൽ എഡ്യൂക്കേഷൻ നാഷൻ വൈഡ്. ഇതൊക്കെ അവർ പറഞ്ഞ റെക്കമെൻഡേഷനാണ്. ആൻഡ് 14th Law Commission report transformed India's legal education by founding national law universities, starting with NLSUs in 1986. Next is RM Sahai Committee. It established in the year 1983 and constituted under Justice RM Sahai. The committee examined the professional competence of law graduates, focusing on the gap between academic training and practice skills required for courtroom practice. It aimed to reform legal education to produce graduates better prepared for the demands of the legal profession. RM സഹായി കമ്മിറ്റി ഒരു ലീഗൽ എഡ്യൂക്കേഷനിൽ ഒരു മേജർ റീഫോർമേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് രൂപപ്പെട്ടത്. അതായത് അക്കാദമിക് ട്രെയിനിങ്ങും പ്രാക്ടിക്കൽ സ്കിൽസും തമ്മിൽ വളരെയധികം ഗ്യാപ്പ് ഉണ്ട്, അത് ബ്രിഡ്ജ് ചെയ്യണം, അതാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് റിക്വയർഡ് സ്കിൽസ് ഫോർ ഇംപ്രൂവിങ് കോർട്ട് റൂം പ്രാക്ടീസ്. ഇറ്റ് എയിംഡ് ടു റിഫോം ലീഗൽ എഡ്യൂക്കേഷൻ ടു പ്രൊഡ്യൂസ് ഗ്രാജുവേറ്റ്സ് ബെറ്റർ പ്രിപ്പയർഡ് ഫോർ ദ ഡിമാൻഡ്സ് ഓഫ് ദ ലീഗൽ പ്രൊഫഷൻ. ഒരു ലോ സ്റ്റുഡൻറ്റ് എങ്ങനെ ഒരു ലീഗൽ പ്രൊഫഷന് വേണം എന്ന് രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു RM സഹായ് കമ്മിറ്റി രൂപപ്പെട്ടത്. RM സഹായ് കമ്മിറ്റിയുടെ മേജർ റെക്കമെൻഡേഷൻസ് എന്താണെന്ന് വെച്ചാൽ 5-year ഇൻ്റഗ്രേറ്റഡ് ലോ പ്രോഗ്രാം കൊണ്ടുവരിക, ട്രഡീഷണൽ LLB മാറ്റി ഒരു 5-year LLB പ്രോഗ്രാം കൊണ്ടുവരിക. ആൻഡ് ഇൻകോർപ്പറേറ്റ് മാൻഡേറ്ററി ഇൻറ്റേൺഷിപ്സ് ടു കണക്ട് തിയറി വിത്ത് പ്രാക്ടീസ്. മാൻഡേറ്ററി ഇൻറ്റേൺഷിപ്സ് കൊണ്ടുവരിക, അതേപോലെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എമർജ് ചെയ്യിപ്പിക്കാം, ലീഗൽ ഏരിയാസ് ടു ഫോസ്റ്റർ ഇന്നോവേഷൻ. ആൻഡ് ഇറ്റ് മാൻഡേറ്റ്സ് BCI accreditation and inspection for law colleges to ensure quality, regularly review law curricula to keep them relevant to societal needs. ഈ RM സഹായ് കമ്മിറ്റി ലോ കോളേജസിന് ഒരു BCI അക്രഡിഷൻ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതേപോലെ ലോ കോളേജസിന് ഒരു ഇൻസ്പെക്ഷൻ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇൻസ്പെക്ഷൻ? ടു എൻഷുർ ക്വാളിറ്റി ഓഫ് ദ ലോ കോളേജസ് ആൻഡ് ഓൾസോ ഇൻസ്പെക്ട് ആൻഡ് റെഗുലർലി റിവ്യൂ ദ ലോ കരിക്കുല. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? സൊസൈറ്റൽ നീഡ്സിന് വേണ്ടി ആ കരിക്കുല എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ട്, എത്രത്തോളം അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ലെഡ് ടു ദ establishment of National Law School of India University, and it set a modern standard by emphasizing practical training and rigorous academics, while the reports focus on accreditation kept legal education relevant. Next committee is Justice Ahmadi Committee, which was established in the year 1994
And the chairman of the committee is Justice A.M. Ahmadi, who was the former Chief Justice of India. The committee was tasked with reforming legal education to address the challenges posed by globalization, economic liberalization, and rapid technological advancements. Its goal was to ensure that India's legal education system remained relevant and competitive on a global stage. ഈ കമ്മിറ്റി രൂപപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഗ്ലോബലൈസേഷനും എക്കണോമിക് ലിബറലൈസേഷനും അതേപോലെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും കൊണ്ട് സൊസൈറ്റിക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങളെല്ലാം എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ? ഈ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സിനായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതാണോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് റിവ്യൂ ചെയ്യാനും അതിൽ ലീഗൽ റിഫോർമേഷൻ കൊണ്ടുവരാനുമാണ് ഈ കമ്മിറ്റി രൂപപ്പെട്ടത്. The key recommendation of Justice Ahmadi Committee is that it suggested establishing national law universities in each region of India to enhance access to high quality legal education. ഈ കമ്മിറ്റി നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ഓരോ റീജിയണിലും എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഹൈ ക്വാളിറ്റി ലീഗൽ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ്. It recommends creating legal education committee for continuing education for lawyers and academicians to keep up with the legal trends. ലീഗൽ എഡ്യൂക്കേഷൻ കമ്മിറ്റി രൂപപ്പെടുത്തണമെന്നും ഈ കമ്മിറ്റി ജസ്റ്റിസ് അഹമ്മദി കമ്മിറ്റി പറഞ്ഞു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ലോയേഴ്സും അക്കാദമിഷ്യൻസും എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം ലീഗൽ ട്രെൻഡ്സിനനുസരിച്ച്. So, there is an emphasis on integrating computer technology and e-learning into legal education to modernize ടീച്ചിങ് മെത്തേഡ്. ഇ ലേണിംഗ് മെത്തേഡും ICT ടൂൾസും കൂടെ ഉൾപ്പെടുത്തണം എന്ന് ഈ ജസ്റ്റിസ് അഹമ്മദി കമ്മിറ്റി പറഞ്ഞു. ഇറ്റ് അഡ്വക്കേറ്റ്സ് ഫോർ പബ്ലിക് പ്രൈവറ്റ് കൊളാബറേഷൻ ടു ഇംപ്രൂവ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് പാർട്ട്ണർഷിപ്പ് വിത്ത് ഫോറിൻ യൂണിവേഴ്സിറ്റീസ് ഫോർ ഗ്ലോബൽ എക്സ്പോഷർ. പബ്ലിക് പ്രൈവറ്റ് കൊളാബറേഷൻ വേണം, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ് ചെയ്യിക്കണം. ഈ പബ്ലിക് പ്രൈവറ്റ് കൊളാബറേഷൻ ഉണ്ടാക്കുന്നത് തന്നെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതേപോലെ ഫോറിൻ യൂണിവേഴ്സിറ്റീസിനായിട്ടൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാവണം. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ലോ യൂണിവേഴ്സിറ്റീസ്, ഇന്ത്യൻ ലോ യൂണിവേഴ്സിറ്റീസിന് ഒരു ഗ്ലോബൽ എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് പ്രൊപ്പോസ് ഇൻട്രൊഡ്യൂസിങ് കോഴ്സസ് ഓൺ കണ്ടംപററി ഇഷ്യൂസ് സച്ച് ആസ് ഇൻ്റർനാഷണൽ ട്രേഡ് ലോ, എൻവിറോൺമെൻറ്റൽ ലോ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ലോ. അതേപോലെ ഈ കണ്ടംപററി ഇഷ്യൂസ് ഇൻ ദ സൊസൈറ്റിയിലെ കണ്ടംപററി ഇഷ്യൂസിനനുസരിച്ച് കോഴ്സസ് ലോഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് ലോ, എൻവിറോൺമെൻറ്റൽ ലോ, ഹ്യൂമൻ റൈറ്റ്സ് ലോ, അങ്ങനെ. ഈ കമ്മിറ്റിയുടെ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ടാണ് നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ, യൂണിവേഴ്സിറ്റി ഓഫ് ബാംഗ്ലൂർ എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ് ഈസ് UGC Curriculum Development Committee. It established in 2001 and constituted by University Grant Commission. It aimed to modernize the LLB curriculum to reflect the demand of globalization, technological advancements, and evolving legal practices. Flexible, forward-looking curriculum for law schools across India is the aim of UGC Curriculum Development Committee. ഇനി വരുന്ന കമ്മിറ്റിയിലും കമ്മീഷൻസിലും സെയിം പോയിൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് UGC കമ്മിറ്റിയുടെ കീ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇറ്റ് അഡോപ്റ്റ്സ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഫോർ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ഇൻ കോഴ്സ് സെലക്ഷൻ അലോവിങ് സ്റ്റുഡൻസ് ടു ചൂസ് ദെയർ എഡ്യൂക്കേഷൻ ടു ദെയർ ഇൻട്രസ്റ്റ്. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾക്ക്, ലോ സ്റ്റുഡൻസിന് അവരുടെ താല്പര്യം ഏതാണോ അതിനനുസരിച്ച് കോഴ്സ് സെലക്ട് ചെയ്യാം, അതിന് വേണ്ടിയിട്ടാണ്. ഇറ്റ് emphasizes integrating practical components like moot courts, internships throughout the LLB program to connect theory with practice. moot court, internship അതൊക്കെ LLB പ്രോഗ്രാംസിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞു. ന്യൂ സബ്ജക്റ്റ് ഇൻക്ലൂഡിങ് സൈബർ ലോ ആൻഡ് എൻവിറോൺമെൻറ്റൽ ലോ ആർ പ്രൊപ്പോസ്ഡ് ടു പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ എമർജിംഗ് ഫീൽഡ്. ഇനി വരാൻ പോകുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടി അവർക്ക് ലോ സ്റ്റുഡൻസിന് സൈബർ ലോ, എൻവിറോൺമെൻറ്റൽ ലോ അതെല്ലാം റെക്കമെൻഡ് ചെയ്തു, അത് പഠിക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തു. അഡ്വക്കേറ്റ്സ് ഫോർ റെഗുലർ ഫാക്കൽറ്റി വർക്ക്ഷോപ്സ് ഓൺ മോഡേൺ ടീച്ചിങ് മെത്തേഡ്സ് ആൻഡ് എൻകറേജസ് ദി യൂസ് ഓഫ് ഡിജിറ്റൽ ലോ ലൈബ്രറീസ് ആൻഡ് ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജീസ് ഇൻ ക്ലാസ് റൂം. അതേപോലെ ഫാക്കൽറ്റീസിന് ഒരു ടീച്ചിങ് കോഴ്സ് പോലെ കൊടുക്കണം. അതായത് ഡിജിറ്റൽ ലോ ലൈബ്രറീസ് എങ്ങനെ യൂസ് ചെയ്യണം, അതേപോലെ ICT ടെക്നോളജീസ്
ക്ലാസ് റൂമിൽ എങ്ങനെ യൂസ് ചെയ്യണം അതിനൊക്കെ കുറിച്ചിട്ടൊരു ക്ലാസ് കൊടുക്കണമെന്നാണ് UGC കരിക്കുലം ഡെവലപ്മെൻറ്റ് കമ്മിറ്റി പറഞ്ഞത്. നെക്സ്റ്റ് ആണ് 184th ലോ കമ്മീഷൻ റിപ്പോർട്ട് 2002. ദ ടെക്സ്റ്റ് ലീഗൽ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊപ്പോസൽസ് ഫോർ അമെൻമെൻറ്റ്സ് ടു ദ അഡ്വക്കേറ്റ്സ് ആക്ട്. അതാണ് അതിൻ്റെ മെയിൻ ടെക്സ്റ്റ്. ഇറ്റ് ഡിസ്കസസ് ദ ചാലഞ്ചസ് ഓഫ് ലീഗൽ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. 2002 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ആൻഡ് ദ കമ്മീഷൻ ഈസ് വർക്ക്ഡ് അണ്ടർ M. Jagannath Rao and it encourages law schools to improve teaching through problem method, moot courts and mock trials, and highlights the Bar Council of India's mandate for practical training including 4 mandatory subjects. ഇനി കീ റെക്കമെൻഡേഷൻസ് നോക്കിയാൽ UGC ആൻഡ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ടു ഇൻട്രൊഡ്യൂസ് എ സിസ്റ്റം ഓഫ് അക്രഡീഷൻ ഓഫ് ലോ കോളേജസ്. ലോ കോളേജസിന് ഒരു അക്രഡീഷൻ സിസ്റ്റം കൊണ്ടുവരണമെന്ന് UGCയും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയും പറഞ്ഞു. ഇതിൽ സെക്ഷൻ 7 ക്ലോസ് 1 ക്ലോസ് H ഓഫ് അഡ്വക്കേറ്റ്സ് ആക്ട് ഷുഡ് ബി അമെൻഡഡ് ടു ഇനബിൾ ദ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ടു പ്രൊമോട്ട് എക്സലൻസ് ഇൻ ലീഗൽ എഡ്യൂക്കേഷൻ ഫോർ അക്രഡീഷൻ സിസ്റ്റം. ഈ അക്രഡീഷൻ സിസ്റ്റം ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ അഡ്വക്കേറ്റ്സ് ആക്ടിലെ സെക്ഷനായി സെക്ഷൻ 7 ക്ലോസ് 1 ക്ലോസ് H അമെൻഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. റീഇൻട്രൊഡ്യൂസ് അപ്പോയിൻമെൻറ്റ് ഓഫ് അഡ്ജൻറ്റ് ടീച്ചേഴ്സ് ഫ്രം ലോയേഴ്സ് ആൻഡ് റിട്ടയർഡ് ജഡ്ജസ് ഓൺ എ പാർട്ട് ടൈം ബേസിസ്. ലോ സ്റ്റുഡൻസിന് കുറച്ചും കൂടെ നോളേജ് കിട്ടാൻ, അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് റിട്ടയർഡ് ടീച്ചേഴ്സിനോ റിട്ടയർഡ് ലോയേഴ്സിനോ റിട്ടയർഡ് ജഡ്ജസിനോ ടീച്ചേഴ്സായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക ഓൺ എ പാർട്ട് ടൈം ബേസിസ്. It is necessary to impart professional training to the law teachers apart from existing refresher course conducted by UGC. UGC കണ്ടക്ട് ചെയ്യുന്ന ഒരു റിഫ്രഷർ കോഴ്സ് അല്ലാതെ തന്നെ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് ലോ ടീച്ചേഴ്സിന് കൊടുക്കുക. Conduct ADR training must be introduced for law students and lawyers. It is also recommended that clinical legal education be made compulsory in legal education. ADR training പോലെ തന്നെ ക്ലിനിക്കൽ ലീഗൽ എഡ്യൂക്കേഷനും കമ്പൽസറി ആക്കാം. And its report aimed to enhance legal education in India by incorporating clinical training and apprenticeship along with updated exams. It also sought to improve collaboration between academic institutions and the bar to raise educational standards and enforce quality benchmark. Next commission ആണ് National Knowledge Commission, which is established in 2005 under the chairmanship of Sam Pitroda. It focuses technology, research and global collaboration. The key recommendations of these commissions are: it proposed greater autonomy for top law universities to enhance innovations and curriculum development. It is recommended to oversee legal education and research initiatives. More financial support should be given for innovative legal research. Integrating online learning platform and ICT to modernize teaching. It encouraged exchanges with foreign universities to promote global perspective in legal education, resulting in a new generation of competitive legal professionals. മേജർ റെക്കമെൻഡേഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ടോപ്പ് ലോ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവുമല്ലോ, അതായത് പ്രീമിയർ ലോ യൂണിവേഴ്സിറ്റീസ്, അവർക്കൊരു ഫുൾ ഓട്ടോണമി കൊടുക്കുക. അങ്ങനെ ഓട്ടോണമി കൊടുക്കുമ്പോൾ അവരുടേതായ മാറ്റങ്ങളും ഇമ്പ്രൂവ്മെൻറ്റ്സും കരിക്കുലത്തിൽ കൊണ്ടുവരും. അങ്ങനെ അത് ഇന്നോവേറ്റീവ് ആവും. അതേപോലെ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതിലൂടെ ഈ റിസർച്ച് ലേണിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാം. അതേപോലെ ഇൻഫോർമേഷൻ ടെക്നോളജീസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ കരിക്കുലം ഡെവലപ്മെൻറ്റ് കമ്മിറ്റി, വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 2010. It formed to revise the legal education framework, aligning it with professional demands of the legal field and global benchmark. It aimed to enhance the quality and accountability in legal education. മുൻപ് പറഞ്ഞ പോയിൻറ്റ്സ് ഒക്കെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BCI കരിക്കുലം ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുടെ മേജർ റെക്കമെൻഡേഷൻസ് നോക്കാം. ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ സ്റ്റാൻഡേർഡൈസ്ഡ് മിനിമം കരിക്കുലം, മൂട്ട് കോഴ്സ്, ഇന്റേൺഷിപ്സ് ആൻഡ് ക്ലയൻറ്റ് കൗൺസിലിംഗ്. Introduction of AIP as qualifying exam assessed graduates' competence before they could practice law. ഈ കമ്മിറ്റിയുടെ മേജർ ഒരു പോയിൻ്റാണ്, മേജർ ഒരു റെക്കമെൻഡേഷനാണ് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ. ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ലോ ഗ്രാജുവേറ്റ്സ് പ്രാക്ടീസിങ് ലോയേഴ്സ് ആയിട്ട് കോമ്പിറ്റൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് introduced mandatory subjects like professional ethics,
negotiation, mediations. Regular inspection and quality reviews of law schools is mandatory. These are the major recommendations of BCI committee. Next ആണ് National Education Policy. It is established in 2020. It aims to reform and improve the higher education system in India. It promotes modern, flexible and skill-based education so that students are prepared for the needs of the 21st century. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ മേജർ റിഫോംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് എൻകറേജസ് മൾട്ടി ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റീസ്, അലോയിങ് ലോ സ്റ്റുഡൻസ് ടു എൻഗേജ് വിത്ത് ഫീൽഡ് ലൈക്ക് എക്കണോമിക്സ് ആൻഡ് ടെക്നോളജി അലോങ്സൈഡ് ലീഗൽ സ്റ്റഡീസ്, പ്രൊമോട്ടിംഗ് വെൽ റൗണ്ടഡ് പ്രൊഫഷണൽസ്. ലീഗൽ സ്റ്റഡി നടത്തുന്നതിനോടൊപ്പം തന്നെ എക്കണോമിക്സ്, ടെക്നോളജി ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് പഠിക്കാം. The policy emphasizes practical training through clinical education, internships and moot courts to connect theory with real world practice, promotes international partnerships and digital tools, enhancing access to global legal perspectives. These reforms, the Bar Council of India drafted new rules between 2022 to 23. ഈ കമ്മീഷൻസും കമ്മിറ്റിയും ഒക്കെ കാരണമാണ് കുറേ മാറ്റങ്ങൾ ലീഗൽ എഡ്യൂക്കേഷനിൽ കൊണ്ടുവന്നത്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഭാഗമായിട്ടാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ 2022-2023 കാലഘട്ടങ്ങളിൽ കുറേ റൂൾസ് ഇറക്കിയിട്ടുള്ളത്. അതിലുള്ള കുറച്ച് റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ലീഗൽ എഡ്യൂക്കേഷൻ അമെൻമെൻറ്റ് റൂൾസ് 2022. It updated minimum standards for law schools requiring improved infrastructure, faculty qualification and curriculum refers to meet modern educational needs. Next is recognition of online legal education. After COVID-19, Bar Council of India formally recognized the legal education in online platform. Legal Education Accreditation Rules 2023 is the next one. Its framework for continuous quality assessment of law schools, ensuring consistent academic standards and accountability. Bar Council of India Trust for Legal Research and Innovation 2024 is the next one. And One India One Legal Education Framework 2025 is the last major change made in legal education. ഇത്രയുമാണ് എവല്യൂഷൻ ഓഫ് ലീഗൽ എഡ്യൂക്കേഷൻ ചോദിച്ചാൽ എഴുതേണ്ടത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. താങ്ക് യു.